ഡോക്ടർ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വളരെതായി നെഞ്ചിടിപ്പ് കൂടുന്നു, പെട്ടെന്ന് എന്തോ പറ്റാൻ പോകുന്ന പോലെ, അറ്റാക്ക് വരികയാ എന്ന് തോന്നിപ്പോയി, ചങ്കിലൊരു പിടുത്തം, വയറിന്നൊരു കാളിൽ കയറുന്നു, എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നുന്നു, വളരെയധികം ബുദ്ധിമുട്ടായി. ഞാൻ അടുത്ത ആശുപത്രിയിലേക്ക് ഓടിപ്പോയി ഡോക്ടർ. അവിടെ പോയി ECG എടുത്തപ്പോഴോ വേറെ ചെക്കപ്പ് ചെയ്തപ്പോഴോ യാതൊരു പ്രശ്നവും കണ്ടില്ല. ഇതിപ്പോൾ ഇങ്ങനെ കഴിഞ്ഞൊരു മാസമായി 3-4 പ്രാവശ്യം വരുന്നു. എന്താണെന്ന് പിടികിട്ടുന്നില്ല ഡോക്ടർ. പലരിടത്തും പറഞ്ഞപ്പോൾ സൈക്യാട്രിസ്റ്റിനെ ഒന്ന് കൺസൾട്ട് ചെയ്യുമെന്നും പറഞ്ഞു. അതാണ് ഡോക്ടർ ഞങ്ങളിവിടെ എത്തിയത്. ഞാൻ സംസാരിക്കുന്നത് പാനിക് അറ്റാക്ക് എന്നുള്ള രോഗാവസ്ഥയെ പറ്റിയാണ്. ഇടയ്ക്കിടയ്ക്ക് പാനിക് അറ്റാക്സ് എന്നുള്ള രോഗാവസ്ഥ വരുന്ന പാനിക് ഡിസോർഡർ എന്ന് ഞങ്ങൾ വിളിക്കുന്ന, ചികിത്സിച്ച് വളരെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റാവുന്ന ഒരവസ്ഥയിലേക്ക് എത്താം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഒരു ചെറിയൊരു കെമിക്കൽ, നോറെപ്പിനെഫ്രിൻ എന്ന് ഞങ്ങൾ വിളിക്കും, ആ കെമിക്കലിൻ്റെ അകാരണമായ ഒരു രക്തത്തിലേക്കുള്ള തള്ളിവിടൽ, അതുമൂലം ഇങ്ങനെ ഒരു ഉത്കണ്ഠ കൂടിയ അവസ്ഥയിലേക്ക് എത്താം. നമ്മളിത് കരുതുന്നത് പോലെ ഒരു അറ്റാക്കോ അതല്ലെങ്കിൽ ശ്വാസം മുട്ടോ അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന രോഗങ്ങളോ അങ്ങനെയുള്ള അവസ്ഥയോ ഒന്നുമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കെമിക്കലിൻ്റെ ഒരു അകാരണമായ പുറത്തുതള്ളൽ, രക്തത്തിലേക്കുള്ള പുറത്തുതള്ളൽ ആണ് ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, ഈ കെമിക്കൽ സാധാരണഗതിയിൽ എന്താണ് ചെയ്യുക നമ്മൾ അറിയണ്ടേ? നിങ്ങളെ ഒരു നായ ഓടിക്കുകയാണെന്ന് വിചാരിക്കുക. പെട്ടെന്ന് നമ്മൾക്ക് ഇതേപോലെ തോന്നും അല്ലേ? നെഞ്ചെടുപ്പ് കൂടുന്നു, ചങ്കിലൊരു പിടുത്തം, ആകെ കൂടി പെട്ടെന്നൊരു പരവേശം വരുന്ന പോലെ. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ എത്താറില്ലേ? ഈ അവസ്ഥയ്ക്ക് കാരണം ഈ കെമിക്കലിൻ്റെ പുറന്തള്ളലാണ്. എന്നാൽ നായ ഓടിക്കുന്ന സമയത്ത് ആ കെമിക്കൽ അവിടെ വരുന്നത് അത്യാവശ്യമായിരുന്നു അല്ലേ? നമ്മൾ ഓടാൻ സഹായിക്കാനും നമ്മൾക്ക് പെട്ടെന്ന് പ്രവർത്തിക്കാനും അത് അത്യാവശ്യമായിരുന്നു. ഈ കെമിക്കൽ എന്നാൽ അകാരണമായി വെറുതെ ഇരിക്കുമ്പോൾ, വെറുതെ കാറ്റുകൊണ്ടിരിക്കുമ്പോൾ വന്നാലോ എന്ത് സംഭവിക്കും? അപ്പോഴാണ് അതേപോലെ നായ ഓടിക്കുന്ന അതേ ഫീലിങ്സും ടെൻഷനും നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ പേടിച്ചു പോകുന്നു അല്ലേ? ഇതാണ് പാനിക് അറ്റാക്സ്. ലളിതമായി ചെറിയ മരുന്നുകൾ കൂടെയും കൗൺസിലിങ്ങും തെറാപ്പിയുടെയും കൂടെയും വളരെ എളുപ്പം ചികിത്സിക്കാവുന്ന ഒന്നാണ്. പാനിക് അറ്റാക്സ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞ അവസ്ഥ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ സമീപിക്കുക. വളരെ എളുപ്പമായി മരുന്നുകളിലൂടെയും ചെറിയ കൗൺസിലിങ്ങിലൂടെയും നമ്മൾക്ക് പ്രതിവിധി കണ്ടെത്താനാവുന്നത്. മനോരോഗം മാറാരോഗമല്ല. ഷാലോം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് റിസർച്ച്, പറളി, പാലക്കാട്.